കണ്ണാ, വയസ്സാകുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയുണ്ട്. എപ്പോഴും ഭഗവൻ നാമം ജപിക്കണം 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 എന്നാണ് പറയുന്നത്. അപ്പം എപ്പോഴും നമുക്ക് ജപിക്കാൻ പറ്റിയില്ലെങ്കിലും ഓർക്കുമ്പോഴും ജപിക്കുക. ഇത് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ തെറ്റ് ചെയ്യാത്ത മനുഷ്യനില്ല, തെറ്റ് തന്നെ ചെയ്യുന്നവരുമില്ല, ശരി തന്നെ ചെയ്യുന്നവരുമില്ല. അത് അഥവാ എന്തെങ്കിലും നമ്മുടെ ഇതുണ്ടെങ്കിൽ അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീതമൽ ഗുരോനാഥ ശ്രീകൃഷ്ണായ നമോ നമ. ഇങ്ങനെ നമ്മൾ പറഞ്ഞേക്കുക, ഭഗവാൻ ക്ഷമിച്ചോളും. പിന്നെ നമുക്ക് പോകാൻ സമയമാകുന്നല്ലോ എന്നൊരു വിചാരം എല്ലാവർക്കും കാണാവില്ല. അതിനു വേണ്ടിയിട്ട് അനായാസേന മരണം വിനാദേനേന ജീവനം ദേഹിമേ കൃപയാ കൃഷ്ണ ത്വയി ഭക്തിരജഞ്ചലാം. അചഞ്ചലമായ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ കൊണ്ടുപോയിക്കോളും. ആരും സംശയിക്കേണ്ട കേട്ടോ. ഭഗവാൻ എല്ലാവർക്കും ഒരുപോലെയാണ്. ഹരിയോ. കണ്ണാ, വയസ്സാകുമ്പോൾ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു സംഗതിയുണ്ട്. എപ്പോഴും ഭഗവൻ നാമം ജപിക്കണം 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 എന്നാണ് പറയുന്നത്. അപ്പം എപ്പോഴും നമുക്ക് ജപിക്കാൻ പറ്റിയില്ലെങ്കിലും ഓർക്കുമ്പോഴും ജപിക്കുക. ഇത് നമ്മൾ വിചാരിച്ചാൽ നമ്മൾ തെറ്റ് ചെയ്യാത്ത മനുഷ്യനില്ല, തെറ്റ് തന്നെ ചെയ്യുന്നവരുമില്ല, ശരി തന്നെ ചെയ്യുന്നവരുമില്ല. അത് അഥവാ എന്തെങ്കിലും നമ്മുടെ ഇതുണ്ടെങ്കിൽ അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ പ്രസീതമൽ ഗുരോനാഥ ശ്രീകൃഷ്ണായ നമോ നമ. ഇങ്ങനെ നമ്മൾ പറഞ്ഞേക്കുക, ഭഗവാൻ ക്ഷമിച്ചോളും. പിന്നെ നമുക്ക് പോകാൻ സമയമാകുന്നല്ലോ എന്നൊരു വിചാരം എല്ലാവർക്കും കാണാവില്ല. അതിനു വേണ്ടിയിട്ട് അനായാസേന മരണം വിനാദേനേന ജീവനം ദേഹിമേ കൃപയാ കൃഷ്ണ ത്വയി ഭക്തിരജഞ്ചലാം. അചഞ്ചലമായ ഭക്തി ഉണ്ടെങ്കിൽ ഭഗവാൻ നമ്മളെ കൊണ്ടുപോയിക്കോളും. ആരും സംശയിക്കേണ്ട കേട്ടോ. ഭഗവാൻ എല്ലാവർക്കും ഒരുപോലെയാണ്. ഹരിയോ.